Hello students, welcome to Easy Learning with Suvita. Hello students, 7th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ പാരലൽ ലൈൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 1. അതിൽ നമ്മൾ പാരലൽ ലൈൻസിലെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പാരലൽ ലൈൻസിനെ അല്ലെങ്കിൽ ആംഗിൾസിനെയൊക്കെ കണ്ടെത്താമെന്നത് കൃത്യമായി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ പാരലൽ ആംഗിൾസ് കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ ജസ്റ്റ് കണ്ടുപോകാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണല്ലേ എനിക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇതാണ് അതിൻ്റെ അന്ന് ചെയ്തിട്ടുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊരു ഫിഗർ തന്നിട്ട്, in the figure below a parallelogram is divided into 4 triangles by the diagonals. Calculate angles of these triangles. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു പാരലോഗ്രാം ആണ് എന്ന് വെച്ചാൽ എന്താണ്, ഇതൊരു സാമാന്തരികം ആണ്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഡയഗണൽസ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, അതിനെ 4 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വികരണങ്ങൾ അല്ലേ, വികരണങ്ങൾ ഉപയോഗിച്ച് അതിനെ എന്ത് ചെയ്തു, ആ 4 ലൈൻസ് കൊണ്ട് കട്ട് ചെയ്ത് 4 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആംഗിൾസ് മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തി ഓരോ ട്രയാങ്കിളിൻ്റെയും, അതായത് ഓരോന്നിനെയും ഓരോ ട്രയാങ്കിൾ ആക്കി മാറ്റണം. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇങ്ങനെ 4 ട്രയാങ്കിൾ ആക്കി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, നമുക്ക് തന്നിട്ടുള്ള ഫിഗർ, ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ഫിഗർ അതേപടി ആൻസർ ഷീറ്റിലേക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ കാണുന്ന ഫിഗർ ആൻസർ ഷീറ്റിലേക്ക് മാറ്റി വരയ്ക്കുക എന്നുള്ളതാണ് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അഥവാ ആ ഫിഗറിന് നെയിം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു നെയിം കൊടുത്ത് വേണം മാറ്റി വരയ്ക്കാൻ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഫിഗറിന് നമുക്ക് തന്നിട്ടുള്ള ഈ ഫിഗറിന് എന്തില്ലായിരുന്നു, നെയിം ഇല്ലായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് ഈ പാരലോഗ്രാമിന് ഞാൻ കൊടുത്തിരിക്കുന്ന നെയിം ABCD എന്നാണ്. ഓക്കെ, ഈ സമാന്തരികത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ABCD എന്നതാണ്. ഈ സെൻറ്ററിന് ഞാൻ O എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഒറിജിനാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് O എന്ന് കൊടുത്തു. ഇത്ര മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ ആദ്യം എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ട്രയാങ്കിളാണ് AB എന്ന ട്രയാങ്കിളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് ട്രയാങ്കിൾ ABO, ഈ ട്രയാങ്കിളിൽ എല്ലാ കോണളവുകളും തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ, ഈ 2 കോണളവുകളെ തന്നിട്ടുള്ളൂ. ഈ 2 ആംഗിൾസിന്റെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടുള്ളൂ. ഇതും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ആംഗിളിന്റെ മെഷർമെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആംഗിൾ ട്രയാങ്കിൾ ABO കാണണമെങ്കിൽ തന്നിട്ടുള്ളത് ഇവിടെ 2 തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്, തന്നിട്ടുള്ള മെഷർമെന്റ്സ്, അവർ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ABO എന്ന ട്രയാങ്കിളാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് അവിടെ 2 മെഷർമെന്റ് അവർ തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ളത് ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഗിവൺ ദാറ്റ് അല്ലെങ്കിൽ തന്നിട്ടുള്ളത് എന്നും പറഞ്ഞ് എഴുതി വെക്കുക. ഓക്കെ, ഗിവൺ ദാറ്റ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്, BAO അല്ലെ, ആംഗിൾ BAO ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്, 25 ഡിഗ്രി. മനസ്സിലാവുന്നില്ലേ? ഇത് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതല്ലേ തന്നിട്ടുള്ളത്, ഇത് ഏതാണ്, ആംഗിൾ AOB, ആംഗിൾ AOB അതെത്രയാണ്, 90 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ ടോട്ടലി എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഈ 2 ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ചേരുന്നതാണ് ഈ ട്രയാങ്കിൾ, BAO അല്ലേ, 3 ആംഗിൾ ചേരുന്നതല്ലേ ഈ ട്രയാങ്കിൾ,
BAO BAO പ്ലസ് AOB 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 പ്ലസ് ഏതാണ് ABO അല്ലെ, ABO പ്ലസ് ആംഗിൾ ABO. ഇത്രയും ചേർന്നാൽ എത്രയാണ്? ഇത്രയും ചേരുന്നതാണ് 180 ഡിഗ്രി. ഓക്കെ, ഇത്രയും ചേർന്നാൽ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. അതറിയാലോ. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ളതിനെ താഴോട്ട് എടുത്ത് എഴുതുക. BAO തന്നിട്ടുണ്ട്. BAO എത്രയാണ്? 25 ഡിഗ്രി പ്ലസ് ഇത് തന്നിട്ടുണ്ട് എത്രയാണ്? AOB എത്രയാണ്? AOB 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ABO ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ABO ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് അവിടെ എന്ത് കൊടുത്തു? ആംഗിളിന്റെ നെയിം തന്നെ കൊടുത്തു. ഇനി ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 115 അല്ലേ? 25ഉം 90യും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 115 115 കിട്ടും. പ്ലസ് ആംഗിൾ ABO ഇതും കൂടെ, അതായത് ഈ രണ്ട് ആംഗിളിന്റെ മെഷർമെന്റ് ആയ 115ഉം ആംഗിൾ ABOയും കൂടുമ്പോഴാണ് 180 ഡിഗ്രി ആ ട്രയാങ്കിളിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് കിട്ടിയിട്ടുള്ള മെഷർമെന്റ് എന്ത് ചെയ്താൽ മതി? രണ്ട് ട്രയാങ്കിളിന്റെ മെഷർമെന്റ് കുറച്ചാൽ മതി. മനസ്സിലാകുന്നില്ലേ? ഇത്രയും കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? ABO 180ൽ നിന്ന് 115 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 65 എന്ന് കിട്ടും. ഓക്കെ, 65 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ABO ഇസ് ഈക്വൽ ടു എത്രയാണ്? 65 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 65 എന്ന് തന്നിട്ടുള്ളത്. അപ്പം തന്നെ എന്ത് ചെയ്യുക? അടയാളപ്പെട്ടു. 65 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ABO എന്ന ട്രയാങ്കിൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 180 ഡിഗ്രി. ഇത് 65 ആണ്, അതുകൊണ്ട് ഇത് 180 ഡിഗ്രി ആയി. ഓക്കെ അല്ലേ? ഇനി ഈ ട്രയാങ്കിൾ ശ്രദ്ധിച്ചേ. DOC എന്ന ഈ ഒരു ആംഗിൾ ശ്രദ്ധിച്ചേ. ഈ ആംഗിൾ ഏതിന് ഓപ്പോസിറ്റ് ആണ്? AOB എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് DOC അല്ലേ? AOB എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് DOC. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എത്ര തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും എത്ര തന്നെയാണ്? 90 ഡിഗ്രി ആണ്. കാരണം എന്താണ്? ഇത് 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ഇത് AOB എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് DOC. സോ DOC ഈസ് ഓൾസോ 90 ഡിഗ്രി. മനസ്സിലായില്ലേ? അത് എഴുതി വെക്കാം. ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ DOC ഈക്വൽ ടു 90 ഡിഗ്രി. They are because they are opposite angles. അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. എന്ത് എഴുതിയാലും റീസൺ എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ മാർക്ക് ഫുള്ളും തരുള്ളൂ. ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ AOB DOCയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് AOB 90 ഡിഗ്രിയാണ്, DOC 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അതിന്റെ കാരണം they are opposite angles. Opposite angles are always equal. ഓക്കെ, ഇനി ഇത് ഈ ആംഗിൾ നോക്കിയേ. AO ഇത് O അല്ലേ? OD ഇവിടെ 90 ഡിഗ്രി. ഞാൻ കുറച്ച് മാറ്റി എഴുതാം കേട്ടോ. അപ്പോൾ ഓയും 90 ഡിഗ്രിയും തമ്മിൽ തെറ്റിപ്പോകരുത്. ഇത് ഒറിജിൻ O ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ആംഗിളിന്റെ മെഷർമെന്റ് ആണ് 90 ഡിഗ്രി. ഇത് O ന്റെ ഇടയ്ക്കുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചേ. AODയും DOC നോക്കി, ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ആംഗിളിനും ഈ ആംഗിളും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താണ്? എന്താണ്? കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലേ, ലീനിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ആംഗിൾസ് എന്ന് വെച്ചാൽ ഒരേ ലൈനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ് ലീനിയർ ആംഗിൾസ്. ഒരേ ലൈനിലാണ് ഈ ആംഗിളും ഈ ആംഗിളും മേക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരേ ലൈനിൽ മേക്ക് ചെയ്തേക്കുന്നതാണ് ഈ ആംഗിളും ഈ ആംഗിളും. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക,
AOD എന്ന് പറയുന്നത് ഇത് DOC ഇത്. ഓക്കെ, ലീനിയർ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? ദ സം ഓഫ് ലീനിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. ലീനിയർ ആംഗിൾസ് അതായത് പൂരക കോണുകളുടെ തുക എന്നത് എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് 90 കൊടുത്തിട്ടുണ്ട്. 180 ആകാൻ ഇവിടെ എത്ര വേണം? 90 കൂടി വേണം അല്ലേ. ഇത് ഈക്വൽ അല്ല, ഈക്വൽ ആണെന്ന് എഴുതി വെക്കരുത്. ലീനിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ. ലീനിയർ ആംഗിൾസ് സെയിം ആണോ? അല്ല, ലീനിയർ ആംഗിൾസിന്റെ സം ആണ് 180 ഡിഗ്രി. ഇവിടെ 90 കൊടുത്തിട്ടുള്ളത് കൊണ്ട് ബാക്കി എത്ര വേണം? 180 ആകാൻ 90 വേണം. സോ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 90 തന്നെയായിരിക്കും. എങ്കിലല്ലേ ഇവ നമുക്ക് കൂട്ടിയാൽ 180 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ AODക്ക് ലീനിയർ ആയിട്ട് വരുന്നതാണ് DOC. 90 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ AOD 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് എഴുതി വെക്കാം. ആംഗിൾ AOD പ്ലസ് ആംഗിൾ DOC ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ് വേണ്ടത്? 180 ഡിഗ്രി. ബിക്കോസ് ദേ ആർ എന്താണ്? ദേ ആർ ലീനിയർ ആംഗിൾസ്. ഇവ എന്ത് കോണുകളാണ്? പൂരക കോണുകളാണ്. പൂരക കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ റീസൺ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ലീനിയർ ആംഗിൾസ് ആയതുകൊണ്ട് തന്നെ 180 ആണ് തുക. ഒന്നിന്റെ കിട്ടിയത് കൊണ്ട് തന്നെ 180 90 വയ്ക്കുമ്പോൾ ബാക്കി 90 ആണ്. അത് ഇപ്പോഴത്തെ ആംഗിളിന് കൊടുത്തു. ഓക്കെ, ദേ ആർ ലീനിയർ ആംഗിൾസ് എന്ന് കൊടുക്കുക. റീസൺ എഴുതുമ്പോൾ ഇങ്ങനെ റീസൺ എഴുതി തന്നെ പോവുക കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഈ ആംഗിൾ AOD അല്ലെ, AOD ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ COB അല്ലെ. AODക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് COD. അപ്പോ ഇതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോ ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ ഏതാണ്? COB. ആംഗിൾ AODക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ആംഗിൾ COB ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? ഞാൻ എന്താണ് പറഞ്ഞിരുന്നത്? AODക്ക് തുല്യമാണ് COB എന്ന് പറയാൻ കാരണം ഇവ രണ്ടും എതിർ കോണുകളാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നമ്മൾ ഇത് കണ്ടുപിടിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും ഓപ്പോസിറ്റ് തന്നെയല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾസ് COB, ഈ ആംഗിൾ ഏത് തന്നെയായിരിക്കും? COB എന്ന ആംഗിളും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. 90 ഡിഗ്രി മനസ്സിലാകുന്നില്ലേ? COBയും 90 ഡിഗ്രിയാണ്. ബിക്കോസ് എന്താണ് കാരണം? എല്ലാത്തിനും റീസൺ എഴുതണം കേട്ടോ. വെറുതെ എഴുതി വെക്കരുത്. സീക്വൽ ടു ഇട്ട് മെഷർമെന്റ് എഴുതി വെക്കാണ്ടിരിക്കുക. റീസൺ എഴുതുക. പ്രോപ്പർ ആയിട്ട് റീസൺ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ദേ ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഒരു തവണ എഴുതിയല്ലോ എന്നൊന്നും കരുതി എഴുതാതിരിക്കരുത്. എല്ലാ സ്റ്റെപ്പിനും റീസൺ എഴുതുക. എല്ലാ സ്റ്റെപ്പിനും ഓരോ റീസൺ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെയാകുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പിനും റീസൺ എഴുതണം. ഓക്കെ, ദേ ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. മലയാളം മീഡിയത്തിലുള്ളവർ എന്ത് ചെയ്യുക? ഇവ എതിർ കോണുകളാണ് എന്ന് എഴുതി വെക്കുക. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു ആംഗിൾ CDO എന്ന ആംഗിളും ABO എന്ന ആംഗിളും ശ്രദ്ധിക്കുക. ഇത് എന്ത് കോണുകളാണ്? ശ്രദ്ധിച്ചേ, ഈ രണ്ട് കോണുകൾ എന്ത് കോണുകളാണ്? ദേ ആർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് അല്ലേ. ബദൽ കോണുകൾ എന്നൊക്കെ പറയും. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? ബദൽ കോണുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ബദൽ കോണുകൾ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. രണ്ട് ലൈൻ വരയ്ക്കുന്നു. ഇനി ഞാനൊരു ലൈൻ കൊണ്ട് അത് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇവിടുത്തെ ഈ ജോഡിയില്ലേ, ഈ രണ്ട് ജോഡിയും അതുപോലെ തന്നെ ഈ രണ്ട് ജോഡി കോണുകളും എന്തായിരിക്കും? ബദൽ കോണുകളാണ്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. ഇങ്ങനെ വരുന്ന കോണുകൾ എന്താണ്? ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. അവ എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആംഗിൾ ആണ് ഇത്. ഇവിടെ 65 ഡിഗ്രി ആണ്. സോ ഇവിടെ എത്ര തന്നെയായിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ?
അതിന്റെ റീസൺ എന്താണ്? നമുക്ക് കോണ് എഴുതിയിട്ട് എഴുതാം. ഓക്കെ, ആംഗിൾ സി ഡി ഒ ഈക്വൽ ടു ഏതാണ്? ആംഗിൾ എ ബി ഒ. ആംഗിൾ സി ഡി ഒക്ക് തുല്യമാണ് ആംഗിൾ സി ഡി ഒക്ക് തുല്യമാണ് ആംഗിൾ എ ബി ഒ, ബിക്കോസ് ദേ ആർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്. അപ്പോൾ എ ബി ഒ എത്രയാണ്? 65 ആണ്. സോ സി ഡി ഒ എത്ര തന്നെയായിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും, ബിക്കോസ് ദേ ആർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എങ്ങനെയാണെന്നാ പറഞ്ഞേ? ബദൽ കോണുകൾ തുല്യമായിരിക്കും. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. നിങ്ങളപ്പോൾ ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇങ്ങനെ എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത്, അതിന് മെഷർമെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, ഇങ്ങനെ പ്രിൻസിപ്പിൾസ് പഠിച്ചു വെക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് തന്നെ എ ബി ഒ 65 ഡിഗ്രി ആയതുകൊണ്ട് സി ഡി ഒയും 65 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, മനസ്സിലാകാത്തവർ ആ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് പിക്ചർ വരച്ച് ജോഡി മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന മറ്റു 2 ആംഗിൾസും കൂടി ഉണ്ട്. അവ ഏതാണെന്ന് നോക്കാം. ആംഗിൾ ഒ എ ബി, ശ്രദ്ധിക്കുക, ആംഗിൾ ഒ എ ബി. ഈ ആംഗിളിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ഇതുപോലെ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ അല്ലേ. അപ്പോൾ ആംഗിൾ ഒ എ ബിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ഒ സി ഡി. ഈ ആംഗിൾ അല്ലേ? ആംഗിൾ ഒ സി ഡി. ഒ എ ബിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത് ഈ ആംഗിൾ ആണ്, ആംഗിൾ ഒ സി ഡി. ഓക്കെ, അപ്പോൾ ഒ എ ബി ഇവിടെ എത്രയാണ്? 25 ആയതുകൊണ്ട് ഇവിടെ എത്ര തന്നെയായിരിക്കും? അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, ഇവിടെയും 25 ആയിരിക്കും. മനസ്സിലായതില്ലേ? ഒ എ ബിക്ക് ഓൾട്ടർനേറ്റീവ് ആണ് ഒ സി ഡി എങ്കിൽ ഒ എ ബി 25 ആണ്. അപ്പോൾ ഇവിടെ എത്ര തന്നെയായിരിക്കും? 25 തന്നെയായിരിക്കും. ഇത് നമുക്കത് എഴുതി വെക്കാം. ആംഗിൾ ഒ എ ബി is equal to angle OCD is equal to 25 degree. കാരണം എന്താണ്? Because they are alternative angles. അവ എന്താണ്? ബദൽ കോണുകളാണ്. മനസ്സിലായില്ലേ? അവിടെയും റീസൺ എഴുതുക. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയതുകൊണ്ടാണ് എന്തായത്? ഒരേപോലെ ആകുന്നത്. ഓൾട്ടർനേറ്റീവ് ആംഗിൾസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഏത് ട്രയാങ്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിലെല്ലാം മെഷർമെന്റ്സും കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് 180 കിട്ടി. ഇനി ഇതിലേയും കണ്ടുപിടിച്ചു. ഈ ട്രയാങ്കിളിന്റെയും മെഷർമെന്റ്സ് നമുക്ക് 180 കിട്ടും. ഇനി ഇതിലെല്ലാം കണ്ടുപിടിക്കേണ്ടത്? ഇതിലെ ഏത് ആംഗിളാണ് തന്നിട്ടുള്ളത്? ഈ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഒ ബി സി. ആംഗിൾ ഒ ബി സി കൂടി കിട്ടിയാലല്ലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആംഗിൾ ഒ ബി സി ഈക്വൽ ടു നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഈ 2 ആംഗിൾസും കൂട്ടുക. ഏതൊക്കെയാണ്? 90ഉം 25ഉം കൂട്ടുക. ഏതും കൂടെ കൂട്ടുമ്പോഴാണ് 180 കിട്ടുക. ആംഗിൾ ഒ ബി സിയും കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 180 കിട്ടുള്ളൂ. ഓക്കെ, തന്നേക്കുന്ന 2 മെഷർമെന്റും അതിൻ്റെ കൂടെ ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ മെഷർമെന്റ് ആയ 180 കിട്ടുള്ളൂ. ഓക്കെ, ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 115 115 കിട്ടും. ഇത് നമുക്കറിയില്ല. ആംഗിൾ ഒ ബി സി നമുക്കറിയില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഒ ബി സി അറിയണമെങ്കിൽ ആംഗിൾ ഒ ബി സി ഈക്വൽ ടു 180 മൈനസ് എത്രയാണ്? 115. കുറച്ച് എത്ര കിട്ടും? 65 എന്ന് കിട്ടും. ഓക്കെ, 65 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ഒ ബി സി എത്രയാണ്? 65 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ആംഗിൾ ഒ ബി സി എത്രയാണ്? 65 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടി. കൂട്ടി നോക്കിയാൽ 180 കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് മാത്രമാണ്. അതിൽ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ബാക്കി 2 ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ആംഗിൾ നോക്കിക്കേ, അതായത്
ആംഗിൾ OAD അല്ലേ, OAD ഇതല്ലേ ആംഗിൾ OAD. ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു ആംഗിൾ വരുന്നുണ്ട്. ഏതാണ്? ആംഗിൾ BCO അല്ലെ, BCO. OADക്ക് ആംഗിൾ OAD ഓൾട്ടർനേറ്റീവ് ആണ്, അപ്പോൾ തുല്യമായിരിക്കും. BCO OADക്ക് ഓൾട്ടർനേറ്റീവ് ആണ്. ഓൾട്ടർനേറ്റീവ് ആകുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ ദേ ആർ ഈക്വൽ. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാണ്? 25 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ ഏതായിരിക്കും? ഇങ്ങനെയല്ലേ വരിക, നോക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റീവ് അല്ലേ, അപ്പോൾ ഇതിന്റെ വാല്യൂ ഏത് തന്നെയാണ്? 25 ഡിഗ്രി ആണ്. ബിക്കോസ് ദേ ആർ ഓൾട്ടർനേറ്റീവ്, ബദൽ കോണുകൾ ആണ്. ഓക്കെ അല്ലേ? ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് ചെയ്യുക, അപ്പോൾ കൺഫ്യൂഷൻസ് വരായിരിക്കും. ഇങ്ങനെ വരുന്നതല്ലേ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇത് 25 ആയതുകൊണ്ട് ഇവിടെ എത്ര തന്നെയായിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് കിട്ടേണ്ടത് ആംഗിൾ ADO മാത്രമല്ലേ, ഇത് മാത്രമാണ് കിട്ടേണ്ടത്. അത് സിമ്പിളാണ്. എന്താണ്? ഈ രണ്ട് മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെ? ആംഗിൾ ADO ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ഇതുപോലെ തന്നെ ഈ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. 25 + 90 + ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അല്ലാതെ ജസ്റ്റ് 180 കുറച്ച് അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഈ പ്രോപ്പർ വേയിൽ തന്നെ എഴുതുക. ആംഗിൾ ADO = 180 ഡിഗ്രി എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ 180 ഡിഗ്രി ഇത് കുറച്ച് വെച്ചിട്ട് ആംഗിൾ ADO എന്ന് എഴുതാതിരിക്കുക. ഇങ്ങനെ തന്നെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുക. അപ്പോൾ ഈ 25 ഡിഗ്രിയും 90 ഡിഗ്രിയും ആംഗിൾ ADOയും കൂടെ കൂടുമ്പോഴേ 180 ഡിഗ്രി കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 115 115 കിട്ടും. പ്ലസ് ആംഗിൾ ADOയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ആംഗിൾ ADO കിട്ടാൻ എന്ത് ചെയ്യണം? ADO = 180 എന്ന് എന്ത് ചെയ്യണം? 180 - 115 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 65 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 65 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി എല്ലാ ആംഗിൾസും ഒന്ന് കൂട്ടി നോക്കിക്കേ, എല്ലാം സെയിം ആയിരിക്കും. അപ്പം ഈ പാരലോഗ്രാമിന്റെ എല്ലാ ആംഗിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഓരോ ട്രയാങ്കിളിലെയും ആംഗിൾസ് സെയിം ആണെന്ന് കാണാം അല്ലേ? അപ്പോൾ നിങ്ങൾ സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും? ഇത്രയും കിട്ടി കഴിയുമ്പോഴത്തേക്കും ബാക്കി ആംഗിൾസ് അതിൽ നിന്ന് കുറച്ച് വെറുതെ എഴുതി വെക്കും, രണ്ടെണ്ണം കിട്ടി കഴിയുമ്പോൾ. അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങൾ ഈ വേ എഴുതി തന്നെ ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുക, എങ്കിലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കും, പക്ഷെ ഈ രീതിയിൽ എഴുതുന്നതിന് തന്നെയാണ് മാർക്ക്. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? മിസ് ചെയ്യാണ്ടിരിക്കുക. റീസൺ അവിടെ കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ ഈ പാരലോഗ്രാമിലെ ആംഗിൾസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? മെഷർ ചെയ്തു. എല്ലാത്തിനെയും ഓരോ ട്രയാങ്കിൾ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 4 ട്രയാങ്കിളിൻ്റെയും മെഷർമെൻറ്റ്സ് കണ്ടു. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആംഗിൾസും എന്താണ്? സെയിം ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇങ്ങനെ ഒരു ഫിഗർ എന്നിട്ട് അവർ ചോദിച്ചിരിക്കുകയാണ്. ഇൻ ദ ഫിഗർ എബോവ് AB and DE are parallel. Compute the angles of both the triangles. എന്നുവെച്ചാൽ എന്താണ്? ഈ ചിത്രത്തിൽ ABയും DEയും സമാന്തരമാണ് എങ്കിൽ 2 ത്രികോണങ്ങളിലെയും എല്ലാ കോണുകളും കണക്കാക്കുക. എന്ന് പറയാൻ എന്താണ്? ABയും DEയും പാരലാണ്. ശ്രദ്ധിക്കുക, ABയും DEയും പാരലാണ്. ആണോ? ആണ്, പാരലാണ് അല്ലെ? പാരലാണെങ്കിൽ എങ്ങനെയാണ്? ഒരിക്കലും കൂട്ടിമുട്ടാത്തവയായിരിക്കണം. തുല്യ അകലം പാലിക്കുകയും ചെയ്യണം. ഡിസ്റ്റൻസും വേണം. അവ ഒരിടത്തും കൂട്ടിമുട്ടുകയും മീറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇവ രണ്ടും എന്താണ്? ABയും DEയും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. എങ്കിൽ ഇത് 2 ട്രയാങ്കിൾ ആക്കി കണക്കാക്കുക. ABC എന്ന ട്രയാങ്കിളും അതുപോലെ CDE എന്ന ട്രയാങ്കിളും രണ്ടായി കണക്കാക്കുക. 2 ട്രയാങ്കിൾ ആക്കി കണക്കാക്കി എന്ത് ചെയ്യുക? ഇതിന്റെ ആംഗിൾ മെഷർ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നിട്ടുള്ള ചോദ്യത്തിലെ ഫിഗർ അതേപടി തന്നെ നെയിംസോട് കൂടി എഴുതി വെക്കുക, വരച്ചു വെക്കുക. നെയിംസ് ഇല്ലെങ്കിൽ, നെയിം തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നെയിം കൊടുത്ത് ആ ഫിഗറിനെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് വരയ്ക്കുക.
ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് ഞാൻ പറഞ്ഞിരുന്നത്? അവർ തന്നിട്ടുള്ള ആംഗിൾ മെഷർമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അല്ലെങ്കിൽ പാരലൽ ആണെന്നൊക്കെ തരില്ലേ, ഇവിടെ അങ്ങനെയാണ് തരാറ്. പാരലൽ ലൈൻസ് ഏതൊക്കെയാണെന്ന് തരും. അപ്പോൾ അത് എന്ത് ചെയ്യുക, അതേപടി എഴുതി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് പാരലൽ ലൈൻസ് എന്നല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം. ഗിവൺ ദാറ്റ് ഏതാണ് പറഞ്ഞിട്ടുള്ളത്? തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? എ ബി ഈസ് പാരലൽ ടു, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. പാരലൽ എന്നതിന് സിമ്പിൾ ഡി. എ ബി ഈസ് പാരലൽ ടു ഡി. ഓക്കെ, അത് ആദ്യം എഴുതി വെക്കുക. എ ബി ഡിക്ക് പാരലൽ ആണ് എന്ന് അവർ തന്നിട്ടുണ്ട്. നമ്മൾ അതേപടി അത് എഴുതി വെച്ചു. ഓക്കെ, ഇനി ആംഗിൾ എ അത് തന്നിട്ടില്ലേ? ആംഗിൾ എ തന്നിട്ടുണ്ട്. എത്രയാണ്? 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ തന്നിട്ടുള്ളത് ഏതാണ്? ആംഗിൾ ഇ തന്നിട്ടുണ്ട്. ആംഗിൾ ഇ എത്രയാണ്? ആംഗിൾ ഇ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവര് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളതാണ്. ഇനി ശ്രദ്ധിക്കുക, ആംഗിൾ എ എന്നത് 80 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ എക്ക് തുല്യമായ ഏതെങ്കിലും ഒരു കോൺ ഉണ്ടോ എന്ന് നോക്കുക. ആംഗിൾ എക്ക് തുല്യമായ കോൺ ഇവിടെ ഏതാണ്? ആംഗിൾ ഡി. ആംഗിൾ എക്ക് തുല്യമായ കോൺ ഏതാണ്? ആംഗിൾ ഡി. എന്താണ്? ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവ അനുബന്ധ കോണുകളാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എങ്ങനെയാണ്? എപ്പോഴും ഈക്വൽ ആയിരിക്കും അല്ലെ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എങ്കിൽ ആംഗിൾ എയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ആംഗിൾ ഡി എങ്കിൽ ആംഗിൾ എ എത്രയാണ്? 80 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡിയും എത്ര തന്നെയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു എത്രയാണ്? 80 ഡിഗ്രി. രണ്ടും 80 ഡിഗ്രി തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസൺ എഴുതണം. ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് എഴുതുക. ഇവ അനുബന്ധ കോണുകളാണ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, മലയാളത്തിലാണെങ്കിൽ ഇവ അനുബന്ധ കോണുകളാണ്. അതുകൊണ്ടാണ് ആംഗിൾ എക്ക് തുല്യമായത് എന്ത്? ആംഗിൾ ഡി. ആംഗിൾ എ 80 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ അതിന് തുല്യമായ ആംഗിൾ ഡിയും 80 ഡിഗ്രി ആയി. ഇനി ആംഗിൾ ഇ നോക്കുക. ആംഗിൾ ഇ തന്നിട്ടുള്ളത് വേറെ ഏതാണ്? ആംഗിൾ ഇ. തന്നിട്ടുള്ള മെഷർമെന്റ് വെച്ചിട്ട് വേണം നോക്കാൻ കേട്ടോ. തന്നിട്ടുള്ള മെഷർമെന്റിന് തുല്യമായ കോണുകൾ വേറെ ഉണ്ടോ എന്ന് വേണം ആദ്യം നോക്കാൻ. അപ്പൊ ആംഗിൾ എ കണ്ടുപിടിച്ചു. അതിന് മെഷർമെന്റ് തുല്യമായത് ആംഗിൾ ഡി ആയിരുന്നു. അതുപോലെ തന്നെ തന്നിട്ടുള്ള മെഷർമെന്റിലാണ് ഓരോ ആംഗിളാണ് ആംഗിൾ ഇ. ആംഗിൾ ഇക്ക് തുല്യമായ കോണ് വേറെ ഉണ്ടോ എന്ന് നോക്കുക. ആംഗിൾ ഇക്ക് തുല്യമായ കോണ് വേറെ ഏതാണ്? ആംഗിൾ ഇക്ക് തുല്യം ആംഗിൾ ബി. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുപോലെ തന്നെയാണ് ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആംഗിൾ ഇക്ക് തുല്യം ആംഗിൾ ബി. ഓക്കെ, ആംഗിൾ ഇ എത്രയാണ്? 60 ഡിഗ്രി. സോ ആംഗിൾ ബി ഈസ് ഓൾസോ 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടെ 60 ഡിഗ്രി എന്ന് കൊടുക്കുക. എത്രയാണ്? ആംഗിൾ ഇയും ആംഗിൾ ബിയും തുല്യമാണ്. ആംഗിൾ ഇ 60 ഡിഗ്രി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അനുബന്ധ കോണായ ആംഗിൾ ബിയും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അതിന്റെ കാരണവും എഴുതി വെക്കുക. ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. എപ്പോഴും റീസൺ എഴുതി വേണം സ്റ്റെപ്പ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ത് ചെയ്യില്ല, തരില്ല. എപ്പോഴും ഓരോ സ്റ്റെപ്പിനും ഓരോ റീസൺ ഉണ്ടാവുമല്ലോ, ആ റീസൺ താഴെയിട്ട് എഴുതുക. ഓക്കെ, ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. അവ അനുബന്ധ കോണുകളാണ്, അല്ലെങ്കിൽ ഇവ അനുബന്ധ കോണുകളാണ് എന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിൾ മാത്രമാണ്. കാരണം ഇതിൽ രണ്ടിലും എന്താണ്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ABC എന്ന ട്രയാങ്കിൾ എടുത്താലും CDE എന്ന ട്രയാങ്കിൾ എടുത്താലും രണ്ടും എന്താണ്, മെഷർമെന്റ് ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് ഇനി ഏത് സൈഡ്? ആംഗിൾ സി, ഈ സൈഡ് അല്ലേ. ഈ സൈഡാണ് ഇനി കോമൺ ആയിട്ട് വരുന്നത്. അത് മാത്രം കണ്ടുപിടിച്ചാൽ നമുക്ക് രണ്ട് ട്രയാങ്കിളിന്റെ, അതായത് ഈ സ്മോളർ ട്രയാങ്കിളിന്റെയും ലാർജ് ട്രയാങ്കിളിന്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മെഷർമെന്റ്സ് നമുക്ക് 180 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
ആംഗിൾ എ ബി സി ഡി എടുക്കാം, ലാർജ് ട്രയാങ്കിളിന്റെ എടുക്കാം. ആംഗിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിയുടെ എടുക്കാം. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിയിൽ ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, എ തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ആണ് എന്ത്, 180 ഡിഗ്രി അല്ലേ, 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എയും ബിയും തന്നിട്ടുണ്ട്. എ എത്രയാണ്, ആംഗിൾ എ എത്രയാണ്, 80 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി എത്രയാണ്, 60 ഡിഗ്രി പ്ലസ് ആംഗിൾ സി, ആംഗിൾ സിയും ചേരുന്നതാണ് 180 ഡിഗ്രി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ആംഗിൾ എയും ആംഗിൾ ബിയും ആഡ് ചെയ്യണം, കൂട്ടണം. ഓക്കെ, 80ഉം 60ഉം കൂടുമ്പോൾ എത്ര വരും, 140 എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 140 ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ. അതിന്റെ കൂടെ ആംഗിൾ സിയും കൂടെ കൂട്ടിയാലാണ് 180 ഡിഗ്രി കിട്ടുക. എങ്കിൽ ആംഗിൾ സി എങ്ങനെ കണ്ടുപിടിക്കാം, 180 ഡിഗ്രി മൈനസ് 140 ഡിഗ്രി സീക്വൽ ടു എത്രയാണ്, 180 140 കുറയ്ക്കുമ്പോൾ 40 ഡിഗ്രി അല്ലേ, 40 ഡിഗ്രി. ഈ 40 ആണ് എത്ര, ആംഗിൾ സിയുടെ മെഷർമെന്റ്. ഓക്കെ, ഇവിടെ 40 ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്, ഇൻ ദ ഫിഗർ ബിലോ പി ക്യു ആൻഡ് ആർ എസ് ആർ പാരലൽ, കാൽക്കുലേറ്റ് ഓൾ അതർ ആംഗിൾസ് ഇൻ ദ ഫിഗർ. എന്നുവെച്ചാൽ എന്താണ്, ഈ ചിത്രത്തില് പി ക്യുവും ആർ എസും സമാന്തരമാണ് എങ്കിൽ ചിത്രത്തിലെ മറ്റു കോണുകൾ കണക്കാക്കുക എന്നാണ്. എന്താണ് ഞാൻ പറഞ്ഞത്, ഫിഗർ വരയ്ക്കുക, അതിനുശേഷം ചെയ്യേണ്ട സ്റ്റെപ്പ് തന്നിരിക്കുന്നത് അതേപോലെ എഴുതുക. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്, പി ക്യു എന്തിന് പാരലാണ്, ആർ എസിന് പാരലാണ്. പി ക്യൂം ആർ എസും പാരലാണ് ആണോ, ആണ്. പി ക്യൂന് പാരലാണ് ആർ എസ് എന്ന ലൈൻ അല്ലെ. പി ക്യൂം ആർ എസും പാരലൽ ആണ്, സമാന്തരമാണ്, സമാന്തര രേഖകളാണ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്, ആംഗിൾ പി, ആംഗിൾ പി തന്നിട്ടുണ്ട്, എത്രയാണ്, 60 ഡിഗ്രി. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്, ആംഗിൾ ക്യൂ തന്നിട്ടില്ലേ, ആംഗിൾ ക്യൂ, ആംഗിൾ ക്യൂ 40 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, പി ക്യൂം ആർ എസും പാരലാണ് തന്നിട്ടുണ്ട്, അത് ആദ്യം എഴുതുക. അതിനുശേഷം ഫിഗറിൽ തന്നിട്ടുണ്ട് ആംഗിൾ പി എത്രയാണ്, 60 ഡിഗ്രി എന്നും ആംഗിൾ ക്യൂ എത്രയാണ്, 40 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇതാദ്യം എഴുതുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ആംഗിൾ എടുക്കുക, ആംഗിൾ എസ്. ആംഗിൾ എസിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്, ആംഗിൾ എസിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്, ആംഗിൾ പി അല്ലേ. ഓൾട്ടർനേറ്റീവ് അല്ലേ, ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്ന്, അത് ശ്രദ്ധിക്കുക. ആംഗിൾ പിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓപ്പോസിറ്റ് വരുന്നതാണ് എന്ത്, എതിർവശത്ത് വരുന്നതാണ്, ഓപ്പോസിറ്റ് അല്ല എതിർവശത്ത് വരുന്ന ആംഗിൾ ആണ് എന്ത്, ആംഗിൾ എസ്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആംഗിൾ പിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നതാണ് എന്ത്, ആംഗിൾ എസ് അല്ലേ. എങ്കിൽ അവ തുല്യമല്ലേ, ആണ്. അപ്പോൾ ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ പി 60 ഡിഗ്രി ആണ്, അതുകൊണ്ട് ആംഗിൾ എസ് എത്ര തന്നെയായിരിക്കും, 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അത് കിട്ടിയില്ലേ. അതുപോലെ തന്നെ വേറൊരു ജോഡി ഓൾട്ടർനേറ്റീവ് ആംഗിൾസും വരുന്നുണ്ട്. ഏതാണ്, ആംഗിൾ ക്യൂവിന് തന്നിട്ടുള്ള വാല്യൂസ് വെച്ച് വേണം നോക്കാൻ. ആംഗിൾ ക്യൂവിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നതാണ് എന്ത്, ആംഗിൾ ആർ. ശ്രദ്ധിക്കുക, ആംഗിൾ ക്യൂവിന് ഓൾട്ടർനേറ്റീവ് അല്ലേ ആംഗിൾ ആർ. നോക്കിക്കേ, ഇങ്ങനെയല്ലേ വന്നിരിക്കുക. ഓക്കെ, അപ്പോ ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. രണ്ടും ഓൾട്ടർനേറ്റീവ് ആയതുകൊണ്ട് തന്നെ അവ ഈക്വൽ ആണ്. ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ ക്യൂ 40 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആംഗിൾ ആയ ആംഗിൾ ആറും എത്ര തന്നെയാണ്, 40 ഡിഗ്രി തന്നെയാണ്.
ബോർഡിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് വരുമ്പോഴും ബോർഡൊന്ന് മായ്ക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ അപ്പോൾ തന്നെ ഒന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും കിട്ടി. ഇനി ഈ രണ്ട് സൈഡിലെയും എന്ത് കിട്ടി? ആംഗിൾസിന്റെ മെഷർമെന്റ് കിട്ടി. ഇനി ഇത് കിട്ടണം അല്ലേ? ഇതും കിട്ടണം. അതിന് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചാൽ മതി. PQT എന്ന ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. ട്രയാങ്കിൾ PQT. ട്രയാങ്കിൾ PQT എത്ര വരണം? 180 ഡിഗ്രി വരണം. വേണ്ടേ? ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ സം എത്രയാണ്? ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെയും സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ PQTയുടെ സം എത്രയാണ്? 180 ആണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ P ഇതിൽ തന്നിട്ടുണ്ട്. ആംഗിൾ Pയും പ്ലസ് ആംഗിൾ Qയും തന്നിട്ടുണ്ട്. ആംഗിൾ Pയും ആംഗിൾ Qയും തന്നിട്ടുണ്ട്. ആംഗിൾ Pയും ആംഗിൾ Qയും പ്ലസ് ആംഗിൾ Tയും ചേരുന്നതാണ് എത്ര? PQT, അതായത് 180 ഡിഗ്രി. മനസ്സിലാവുന്നില്ലേ? ഈ ട്രയാങ്കിള് എന്ന് പറയുന്നത് ആംഗിൾ Pയും പ്ലസ് ആംഗിൾ Qയും പ്ലസ് ആംഗിൾ Tയും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന് എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പോൾ ആംഗിൾ P നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ആംഗിൾ P? 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആംഗിൾ Q എത്രയാണ്? 40 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആംഗിൾ T. ഇത്രയും ചേരുന്നതാണല്ലോ 180 ഡിഗ്രി. അതെ, എങ്കിൽ ആംഗിൾ Pയും ആംഗിൾ Qന്റെയും വാല്യൂസ് ആയ 60യും 40യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. 100 പ്ലസ് ആംഗിൾ T is equal to 180 degree. Then, so angle T is equal to 180 minus 100 is equal to എത്രയാണ്? 80 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? 180 നിന്ന് ഇതിന്റെ വാല്യൂ ആഡ് ചെയ്ത 100 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? ആ ഒരു 80 ആണ്. 180 നിന്ന് 100 സബ്സ്ട്രാക്ട് ചെയ്താൽ 80 ആണ് കിട്ടുക. ആ 80 ഏതിന്റെ വാല്യൂ ആണ്? ആംഗിൾ ടിയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ആംഗിൾ ടി എത്രയാണ്? 80 ഡിഗ്രി. ഈ ഒരു ആംഗിളും കൂടെ കിട്ടിയ എന്ത് കിട്ടും? ഈ ട്രയാങ്കിളിന്റെയും വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇതെങ്ങനെ കിട്ടും? ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കോണിന് എതിർ കോണല്ലേ ഇത് അല്ലേ? അപ്പോൾ ഈ മെഷർമെന്റ്, ആംഗിളിന്റെ മെഷർമെന്റ് തന്നെയായിരിക്കും ഇത്. കാരണം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എതിർ കോണുകൾ തുല്യമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. ഓക്കെ, അപ്പോൾ ഈ കോണിന് എതിർവശത്തുള്ള ഈ കോണ് അതിന് തുല്യമാണ്. ഇത് 80 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇതും 80 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് റീസൺ എഴുതണം. എങ്ങനെ റീസൺ എഴുതുക? ആംഗിൾ PTQ is equal to angle STR is equal to 80 degree because they are ഓപ്പോസിറ്റ് ആംഗിൾസ്. റീസൺ എഴുതണം കേട്ടോ. എന്ത് നമ്മൾ സ്റ്റെപ്പ് എഴുതിയാലും റീസൺ എഴുതണം, കാരണം എഴുതണം. കാരണം എഴുതിയില്ലെങ്കിൽ മാർക്ക് ഫുള്ളും കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കും, പക്ഷേ നമ്മൾ അതിന്റെ റീസൺ എഴുതി പോകണം. റീസൺ എഴുതി പോയെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആംഗിൾ PTQ is equal to ആംഗിൾ STR. കാരണം എന്താണ്? ദേ ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇവ എതിർ കോണുകൾ ആണ്. അതുകൊണ്ടാണ് രണ്ടും ഈക്വൽ ആയിട്ട് തുല്യമായിട്ട് വരുന്നത്. എതിർ കോണുകൾ എപ്പോഴും തുല്യമായതുകൊണ്ട് തന്നെ അവ തുല്യമായി വന്നു. അതുകൊണ്ട് നമ്മൾ മെഷർമെന്റ് താഴെ 80 ആയതുകൊണ്ട് മുകളിലും 80 തന്നെ എന്ന് കൊടുത്തു. ഇപ്പൊ ശ്രദ്ധിക്കുക, രണ്ടും 180 ഡിഗ്രി തന്നെ. രണ്ട് ട്രയാങ്കിൾസിന്റെയും 180 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ.